ഷിരൂരിൽ നിന്ന് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അർജുന്റെ ട്രക്ക് കണ്ടെത്തി. അത് അർജുന്റെ ട്രക്ക് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ പുഴയിൽ ഇത് 3 ഭാഗങ്ങളായി കിടക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ക്യാബിൻ ഏത് ഭാഗത്താണ് എന്നുള്ളതും ഒക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അർജുന് വേണ്ടിയുള്ള നിർണായക തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ അർജുന്റെ ട്രക്ക് തന്നെയാണെന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. തീരത്തോട് ചേർന്ന് 20 കിലോമീറ്റർ അകലെയാണ് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു. തിരച്ചിൽ തുടരുകയാണ്. ചെരിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് അർജുന്റെ ട്രക്ക് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് 3 ഭാഗങ്ങളായി കിടക്കുന്നു എന്നാണ് അറിയുന്നത്. ക്യാബിൻ കണ്ടെത്താനായിട്ടില്ല. ക്യാബിൻ കണ്ടെത്തണം. അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കാനറിൽ പുഴയ്ക്കടിയിലെ സിഗ്നലും ലഭിക്കും. നോയിഡയിൽ നിന്ന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഡ്രോൺ എത്തിച്ചത്. 3 ബോട്ടുകളിലായി 15 അംഗ സംഘമാണ് അടിയൊഴുക്ക് പരിശോധിക്കാനായി പുഴയിലുള്ളത്. ഉചിതമായ സമയമെങ്കിൽ ഇവർ പുഴയുടെ അടിത്തട്ടിലേക്ക് നീങ്ങുമെന്ന് രാവിലെ അറിയിച്ചിരുന്നു. എന്തായാലും രാവിലെ മുതൽ പെയ്തുകൊണ്ടിരുന്ന കനത്ത മഴ ശമിച്ചതിന് പിന്നാലെയാണ് അല്പമെങ്കിലും പുരോഗതി ഉണ്ടായത്. ശക്തമായ മഴ പെയ്താലും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് വാഹനത്തിനരികിലേക്ക് എത്താനും നാവികസേന പദ്ധതിയിട്ടിരുന്നു. അർജുൻ ഉൾപ്പെടെ ഇനി 3 പേരെയായിരുന്നു കണ്ടെടുക്കാനുള്ളത്. കനത്ത മഴയ്ക്ക് ശമനം വന്നതോടെ ഉത്തര കന്നഡയിൽ ഓറഞ്ച് അലർട്ട് മാറ്റി. ഇപ്പോൾ അന്തരീക്ഷം ഒരുവിധം നല്ല രീതിയിൽ തന്നെ പോവുകയാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് ചെളിയും കല്ലും നീക്കം ചെയ്ത പ്രവർത്തനങ്ങൾ നടത്തി. പുഴയിലേക്ക് ഇറങ്ങാനായി നാവികസേന രാവിലെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അല്പസമയം മുൻപാണ് ട്രക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. അതിനു മുൻപ് അർജുന്റെ ട്രക്കിലേത് എന്ന് കരുതപ്പെടുന്ന തടികൾ കണ്ടെത്തിയിരുന്നു. അതേ മാർക്കിംഗ് ഉള്ള തടികൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഓരോ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് അതിശക്തമായ സിഗ്നൽ ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേ തുടർന്ന് വീണ്ടും ശക്തമായ തിരച്ചിൽ നടത്തിയതിൻ്റെ ഫലമായി ഇത് അർജുൻ യാത്ര ചെയ്തിരുന്ന ട്രക്ക് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇത് ക്യാബിൻ ഭാഗം എവിടെയാണ് എന്നുള്ളതാണ്. ഇനി അതിനുള്ള തിരച്ചിലാണ് നടക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ ഊർജിതമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നല്ല വാർത്ത ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജുനെ ജീവനോടെ തന്നെ കണ്ടെത്താൻ സാധിക്കണേ എന്ന് തന്നെയാണ് എല്ലാ മനസ്സുകളിലും പ്രാർത്ഥന. കഴിഞ്ഞ 10 ദിവസങ്ങളായി അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഒരേ മനസ്സോടെ കേരളക്കര കാത്തിരിക്കുന്ന വാർത്തയ്ക്ക് വേണ്ടി കർണാടകയിൽ നടക്കുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം ഒരു കൃത്യത വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല രീതിയിൽ തിരച്ചിലുകൾ നടത്തുകയായിരുന്നു. ഓരോ സ്ഥലത്തും അർജുൻ ഇല്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പുഴയിലാണ് അർജുൻ്റെ വണ്ടി ഉണ്ടാവുക എന്ന് കണ്ടെത്തിയതും അതിനെ തുടർന്ന് അത് അവിടെ അർജുൻ്റെ വണ്ടിയുടെ ലോഹഭാഗത്തിൽ നിന്നുള്ള സിഗ്നൽ സ്ഥിരീകരിച്ചതും അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതും ഇപ്പോൾ അർജുൻ്റെ ട്രക്ക് 3 ഭാഗങ്ങളായി കിടക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനി അതിൽ എവിടെയാണ് ക്യാബിനുള്ളത് എന്നറിയണം. അതിനുള്ളിൽ അർജുനുണ്ട് എന്നറിയണം. അങ്ങനെയാണെങ്കിൽ അതിവേഗത്തിൽ അർജുനെ പുറത്തെടുത്ത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനിയും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ശുഭകരമായ ആ വാർത്ത പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് കാത്തിരിക്കാം. അർജുൻ മടങ്ങി വരും എന്നുള്ള അവശനിലയിലാണെങ്കിലും അർജുൻ മടങ്ങി വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ തന്നെ നമുക്ക് അർജുൻ്റെ വീട്ടുകാരെ പോലെ തന്നെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.